മൂകാംബിക ട്രിപ്പ് തുടങ്ങിയല്ലോ റിദ്ധി. മോളിൽ എന്താ ട്രെയിന്. ഹായ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു റൈഡ് വിത്ത് റിദ്ധി. ഞങ്ങൾ ഇന്നത്തെ യാത്ര മൂകാംബിക ക്ഷേത്രത്തേക്കാണ്, റിദ്ധിയുടെ വിദ്യാരംഭത്തിന്. ഇവിടെ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ രാത്രി 11:45 രാജധാനിയിലാണ് ഞങ്ങൾ പോണേ. നല്ലൊരു അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു. ഇനി നേരെ കിടന്ന് ഉറങ്ങി രാവിലെ ഒരു 6:30 6:40 ഒക്കെ ആകുമ്പോൾ നമ്മൾ ഉടുപ്പിയിലെത്തും. എത്താറായി. രാവിലെ ന്യൂസ് പേപ്പർ, കോഫി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രീ ആണ് ഇതൊക്കെ. നമ്മൾ ഉടുപ്പി എത്തിയിരിക്കുകയാണ്. ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇത് എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിൻ യാത്ര? ഉള്ളിലെ ചെടി, ട്രെയിൻ. നമുക്ക് നേരെ വേണമെങ്കിൽ മൂകാംബിക റോഡ് ബൈന്തൂർ സ്റ്റേഷനിലേക്ക് പോവായിരുന്നു. പക്ഷെ നമ്മുടെ പ്ലാനിൽ ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിളും കൂടി കണ്ടിട്ട് ഇവിടുന്ന് മൂകാംബികയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. സോ പ്രീപെയ്ഡ് ഓട്ടോയ്ക്ക് നോക്കിയപ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മറ്റേ ടാക്സി വിളിച്ചിട്ടാണ് പോയത്. അധികം ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിൾ എത്തി. ഇവിടെ ഒരു ചെറിയ ഗസ്റ്റ് ഹൗസിൽ ഞങ്ങൾ ലഗേജൊക്കെ വെച്ച് ഫ്രഷനപ്പ് ആയിട്ട് അമ്പലത്തിലേക്ക് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് ഉച്ചയാകുമ്പോൾ നമ്മൾ മൂകാംബികയിലേക്ക് പോകും. ഉടുപ്പി ശ്രീകൃഷ്ണ ദർശനത്തിനുള്ള വഴി ഇവിടുന്നാണ് തുടങ്ങണേ. പക്ഷേ അധികം ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പെട്ടെന്ന് തൊഴാൻ പറ്റി. ഇവിടെ തൊഴുത് കഴിഞ്ഞ് അധികം സമയം വൈകാതെ ഞങ്ങൾ മൂകാംബികയിലേക്ക് ഇറങ്ങി. ഇവിടെ ഉടുപ്പി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ബസ്സുകളുണ്ട് മൂകാംബികയിൽ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഉച്ചയായിരുന്നു. എന്നാലും അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട് അമ്പലത്തിലേക്ക്. പക്ഷെ ഞങ്ങൾ നേരെ റൂമിൽ പോയിട്ട് റെസ്റ്റ് ചെയ്ത് വൈകുന്നേരമാണ് ഇറങ്ങിയത്. ഞങ്ങൾ തൊഴുതിറങ്ങിയതും ഇവിടെ ശീവേലി പോലെ ദേവീനെ പുറത്ത് കൊണ്ടുവന്ന് പ്രദക്ഷിണം വയ്ക്കലായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു കാണാൻ. പല രീതിയിൽ തലയിൽ ചുവന്നിട്ടും രഥത്തിലും ഒക്കെ ആയിട്ട് പല രീതിയിലായിരുന്നു കൊണ്ടുപോകുന്നത്.
അങ്ങനെ ഞങ്ങൾ വൈകിട്ട് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഇനി കിടന്നുറങ്ങി. നാളെ രാവിലെയാണ് ഋതിയുടെ വിദ്യാരംഭം. മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ 6 മണി തൊട്ടിട്ടാണ് വിദ്യാരംഭം തുടങ്ങുന്നത്. അപ്പോൾ 6 മണിക്ക് തന്നെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് എണീറ്റ് കുളിച്ച് ഋതിനെ കുളിപ്പിച്ചു. പക്ഷെ അവൾക്ക് ഉറക്കം മതിയായിട്ടുണ്ടായിരുന്നില്ല. കുളിച്ച് കഴിഞ്ഞ് ഡ്രസ്സ് ഇടുമ്പോഴേക്കും ആള് വീണ്ടും ഉറങ്ങി. കുളിപ്പിച്ചിട്ട് കിടന്നുറങ്ങുക. പൊന്നെ പൊന്നെ എല്ലാ കുട്ടികളെയും സൃഷ്ടിക്കുക കുട്ടി എല്ലാ അമ്മയെന്ന് ഉപയോഗിക്കണം പ്രാർത്ഥിച്ചിട്ട് श्री गणपतये हरे श्री गणपतये नमः। श्री गुरुभ्यो नमः। श्री गुरुभ्यो नमः। श्री सरस्वत्यै नमः। श्री सरस्वत्यै नमः। आ आ ए ओ आ आ ए ओ
ABCDE. Namastu. അങ്ങനെ വിദ്യുമണി ആദ്യമായിട്ട് എഴുതി ഗായ്സ്. ഇവിടെ നല്ല രസമുണ്ടായിരുന്നു. 1 2 3 4 ABCDയും ഈ ഒക്കെ എഴുതിപ്പിച്ചു. രാവിലെ അമ്പലത്തിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുടജാദ്രിയിൽ പോയാലെന്ന് വെച്ച് പ്ലാൻ ഇട്ടു. പക്ഷേ ഒരുപാട് സമയം വേണമായിരുന്നു. ഒരു മിനിമം 5 മണിക്കൂറെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. അതുകൊണ്ട് ഞങ്ങൾ ട്രെയിൻ മിസ്സായാലെന്ന് വിചാരിച്ച് പോയില്ല. ഫൈനലി 1 മണിക്കൂറിലധികം ലേറ്റായിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ട്രെയിൻ വന്നത്.